മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളെ അങ്ങേ നമസ്കരിക്കുന്നു. നിങ്ങൾ ശിശുവിനെ അന്വേഷിച്ചു, എന്നിട്ട് എന്നെയും അറിയിക്കും. നാമും ചെന്ന് അവനെ നമസ്കരിക്കും. രാജ്യത്തിന് ഭീഷണിയായ പിറന്ന ശിശുവിനെ വധിക്കുവാൻ രാജാവ് തീരുമാനിക്കുന്നു. വിദ്വാൻമാർക്ക് മുമ്പാകെ നക്ഷത്രം സഞ്ചരിച്ചു. വേദനയ്ക്കും കാലിത്തൊഴുത്തിന് മുമ്പിൽ നക്ഷത്രം നിന്നു. വിദ്വാൻമാർ കാഴ്ച വസ്തുക്കൾ ശിശുവിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് അവനെ നമസ്കരിച്ചു. ഇത് യഥാർത്ഥ പ്രവചന നിവൃത്തിയും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇന്ന് യേശുവിനെ അന്വേഷിച്ച് 3 പേർ പോയാൽ എങ്ങനെയായിരിക്കും എന്ന ഒരു ഭാവന. ഇതിന്റെ ജീവന്മാർ യേശുവിനെ അന്വേഷിച്ച് പോകുന്നു എന്ന് പറയും. യാത്രക്കിടയിൽ ലക്ഷ്യം മാറിപ്പോവുകയും ചെയ്യുന്നു. അവർ ബേത്ലഹേമിൽ എത്തുന്നുവെങ്കിലും പുൽത്തൊഴുത്തോ യേശു കുഞ്ഞുവിനെയും കാണുന്നില്ല. ഇതിന്റെ വിദ്വാൻമാർ കാണേണ്ടവനെ കാണാതെ പോകുന്നു. ഭാവിയിൽ വിദ്വാൻമാരുടെ ബേത്ലഹേം യാത്ര എങ്ങനെയായിരിക്കും? എങ്ങും AI സാങ്കേതിക വിദ്യയുടെ കാലമാണ്. അവർക്ക് വഴികാട്ടിയായി നക്ഷത്രം വേണ്ട. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർക്ക് ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് 3 പേർ റോബോട്ടിനെ അയക്കുന്നു. അവർ കൃത്യമായ ബേത്ലഹേമിലെത്തുന്നു. അവിടെ കാലിത്തൊഴുത്തുണ്ട്, കാലികളുണ്ട്. തിരുകുടുംബം അവിടെ ഉണ്ടായിരുന്നില്ല. Thank you.